ഹലോ കേട്ടോ, തിപ്പന്തലേക്ക് സ്വാഗതം കേട്ടല്ലേ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ തൊപ്പിയൊക്കെ ഇട്ട് വന്നു കേട്ടോ. പുതിയ തൊപ്പിയൊക്കെ വാങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ മുടിയൊക്കെ ഒതുങ്ങുന്നത് കേട്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി തൊപ്പിയിട്ട് വന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒലിവിയ ഡിസൈൻസ് എന്താണ് വെച്ചാൽ ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചൂസ്, മനസ്സിലായി? ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചൂസ്. അപ്പോൾ അത് കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരുന്നില്ല. സത്യം പറയല്ലോ, എനിക്ക് ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്താ സംഭവം എനിക്കറിയില്ല. എന്തോ ഓയിലിനെ കുറിച്ചാണ്, തലയിലേക്ക് ഓയിലിനെ കുറിച്ച് എന്തോ അങ്ങനത്തെ പ്രശ്നമാണ് തോന്നുന്നു. ആ പ്രശ്നം എനിക്ക് അറിയില്ല കേട്ടല്ലോ. എന്തായാലും നിങ്ങൾക്ക് ആ പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുന്ന വിചാരിക്കണു, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസമായി കേട്ടല്ലോ അവര് വീഡിയോ ഇട്ടിട്ട്, മനസ്സിലായില്ലേ? ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചൂസ് എന്നുള്ള വീഡിയോയിൽ ഞാൻ എന്താ ഈ സംഭവം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും പോയി അറിയണം എന്താ സംഭവിച്ചു, എനിക്കും അറിയണം ഈ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കിയ സമയത്ത് റീസെന്റ് ആയിട്ട് വീഡിയോ കേട്ടില്ല, പൂട്ടിച്ചേ ഒലിവിയ നിങ്ങൾ പൂട്ടിച്ചേ, നിങ്ങൾ കേട്ടാ, ഞങ്ങളല്ല, ഒലിവിയ നിങ്ങൾ പൂട്ടിച്ചേ. ഏകദേശം ഓഡിയൻസ് നമ്മൾ ഈ ഓഡിയൻസ് കൂടി അവൻ്റെ പൂട്ടിച്ചു എന്നാണ് അവർ പറഞ്ഞില്ല കേട്ടല്ലേ. അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടു. എന്റെ പൊന്നോ, വെച്ചാൽ മാസ് ഇല്ലടല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മാസ്. സത്യം പറഞ്ഞാൽ വീഡിയോ അവര് സത്യമായിട്ട് അതൊരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ സിനിമയ്ക്കോ ഇറക്കേണ്ട ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ എൻട്രിയും എല്ലാം മിനി കൂപ്പറിലാണ് ഇല്ലാതെ എൻട്രി അവരുടെ. സത്യം പറഞ്ഞല്ലോ വേറെ ലെവല്. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ തലവേറൊക്കെ ഇങ്ങനെ ഒരു നമ്മൾ തലവേറല്ല പണ്ടത്തെ സിനിമയൊക്കെ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കാർ കൊണ്ട് ഇങ്ങനെ വരും. അപ്പൊ എന്താ വെച്ചാൽ രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ തോഴിമാരുണ്ടാവും. അപ്പൊ നമ്മൾ ആ പൂവൊക്കെ ഇടുന്ന സെന്ററോട് കാർ വരിക, അല്ലെങ്കിൽ നമ്മുടെ നടന്നു പോവുക. ആ ഒരു സംഭവം പോലെ ഈ സെറ്റപ്പ്, മനസ്സിലായില്ലേ? ഇത് എന്തിന്റെ കാട്ടിക്കൂടലാന്ന് എനിക്ക് അറിയില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് വരും. സത്യം പറയല്ലോ, ഇനി ഇവരുടെ ഭാഗത്ത് അതിന് തെറ്റില്ല വെച്ചാൽ ഇവരിത് മറക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായി വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്താ വെച്ചാൽ അമ്മാതിരി ഷോ പറഞ്ഞാൽ പട്ടിഷോ, ഒടുക്കത്തെ പട്ടിഷോ. സത്യം പറഞ്ഞു, മിനി കൂപ്പറിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നു, മിനി കൂപ്പറിൽ ഇങ്ങനെ ഇരിക്കുന്നു, അനങ്ങാണ്ട് മിനി കൂപ്പറിന്റെ ആ ഒരു റൂഫ് വന്ന് അങ്ങനെ പോകുന്നു. എന്നിട്ട് എന്തോ ആൾക്ക് ഡയലോഗ് അടിക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഇപ്പൊ പ്ലേ ചെയ്യില്ലല്ലേ. എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടാ. വന്നു മിനി കൂപ്പറാണ് ഇല്ല എൻട്രി. നോക്കിയോ ആ സംഭവം ഓഫായി. അവിടെ ഓഫായില്ലേ? ഓഫായി. ആ നമ്മ ഫ്രണ്ടിൽ കടിക്കാൻ നോക്കുമ്പോൾ വീഡിയോ കാര്യം ബാക്കിലേക്ക് പോയി. ആ റൂഫ് പോണു. നോക്കിയുള്ള ഒരു മാസമായിട്ടുള്ള ഒരു നോട്ടം ഉണ്ടാവില്ലേ? എന്റെ പൊന്നു, എന്റെ കുറച്ച് നോട്ടം നോക്കുന്നു. ഞാൻ മോനെ സ്പാർക്കി ഒന്നും പറയാനില്ല. മാസമാണ് അക്കാറ് മാസം. ചങ്കാണേ സാറും മേമൻ ചങ്കാണേ. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ബിസിനസ് കൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റും. ഈ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ്. 5 പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് 500ഉം 5000ഉം ആക്കാൻ എനിക്ക് കഴിവുണ്ട്. അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തോണ്ട് തെക്കോട്ട് വടക്കോട്ട് നടക്കുകയല്ല. എനിക്ക് എൻ്റെ കഴിവ്, എനിക്ക് ആനയ്ക്ക് ആനയുടെ വലിപ്പത്തെ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ വലിപ്പത്തെ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ കല്ലെറിഞ്ഞാലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഉത്തമ ബോധ്യം എൻ്റെ മനസ്സാക്ഷിയോട് എനിക്ക് കാണിച്ചാൽ മതി. എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ ഫീലൽ പക്ഷിയെ പോലെ പറന്നുയരും. അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ. ഇനി നമുക്ക് ഓരോരുത്തർ കണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കാര്യം നോക്കിക്കോ. ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കാൻ. നിങ്ങളെ വേറെ പണി നോക്കോ. ഒലിവിയ ഞങ്ങളുടെ പ്രാണവായു. ഞങ്ങൾ ആടും കാടും പാടും ആടും ചപ്പയും വെക്കും കറിയും വെക്കും. ആരെ ഞങ്ങളെ ചോദിച്ചാൽ 5 പേരിൽ നിന്ന് തുടങ്ങിയ ഒലിവിയ ഇവിടെ വരെ എത്തിയെങ്കിൽ 500 ആക്കാം, 5000 ആക്കാം. ഞങ്ങൾക്കറിയാം. ഇവിടുന്ന് പോയി അങ്ങനെ പോയി നിൽക്കില്ല. പോയി 8ഉം 10ഉം ശമ്പളം വാങ്ങി വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വേണം ഈ ജോലി, ഞങ്ങൾക്ക് വേണം ഈ ക്ഷീണം. ഒലിവിയ ഞങ്ങളുടെ ഫാമിലിയാണ്. ഞങ്ങൾ നിൽക്കുന്ന വീടിനുള്ളിൽ
ലൈവ് എൻജോയ് ചെയ്യും. ആരും ഞങ്ങളെ ചോദിക്കാൻ. അപ്പൊ അതാണ് ഇല്ലടല്ലേ മാസ് എൻട്രി പിന്നെ പ്ലസ് ഡയലോഗ് മനസ്സിലായില്ലേ? എന്തോ ഒരു റിതം കണ്ടില്ല ഒരു വരിയില്. വയലാർ എടുത്തു ഇതുപോലെ ഇല്ലടല്ലേ നമ്മുടെ സിദ്ദിഖൊക്കെ പറഞ്ഞ പോലെ. സത്യത്തില് ആ ഒരു മാസ് എൻട്രിയും കണ്ട ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. സംഭവം ഞാൻ പറയാമല്ലോ, എനിക്ക് ആ വീഡിയോ മുമ്പത്തെ സംഭവം എന്താ പ്രശ്നം സത്യം പറഞ്ഞാൽ അറിയില്ല. ക്ഷമിക്കുക നിങ്ങൾ എന്നോട്. ഞാൻ പക്ഷേ ഈ സംഭവം കണ്ടപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ നൂറ്റാണ്ട് നഷ്ടമായിരിക്കില്ല ഈ ഒരു സംഭവം വീഡിയോ റിയാക്ട് ചെയ്തിരിക്കാൻ. കണ്ടില്ല കേട്ടല്ലോ, നോക്ക് ആ ഒരു വരിയും ഒക്കെ എന്ത് സത്യം പറയില്ല. ആ ഒരു പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ ഒരു അവസ്ഥ ഒന്നും പറയാനില്ല. എന്തോ അവർ പറയുന്നു അത് അവർ അതുപോലെ ചെയ്യുന്നു. സത്യം പറയല്ലോ കാര്യമില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി ചെയ്യുന്നു അത്രേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എനിക്കിനി മനസ്സിലായില്ല. ഈ വീഡിയോ പക്ഷേ എന്താണിത് മാസ് പറഞ്ഞ അതാറ് മാസ് എന്നെ ചിരിപ്പിച്ച് കളഞ്ഞില്ല. ആ 3 മിനിറ്റേ കണ്ടുള്ളൂ. 30 മിനിറ്റ് ആണ് വീഡിയോ. 30 മിനിറ്റ് ഞാൻ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പ് തന്നെ കാണാം. 3 മിനിറ്റ് ആയിട്ടുള്ളൂ. കുറച്ച് ബൈക്ക് കണ്ടു നോക്കിയാൽ ഞാൻ ബൈക്ക് പറയാം. കഴിഞ്ഞില്ലേ മതിയില്ല. സത്യം പറഞ്ഞാൽ മതി. എന്താ വെച്ചാൽ 5 മിനിറ്റ് മതി നമുക്ക്. ഇതൊക്കെ 5 മിനിറ്റ് കേട്ടാലേ ധാരാളം. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ്. സത്യം പറയില്ല. സത്യം പറഞ്ഞാൽ വയലാർ എഴുതും ഇതുപോലെ എന്ന് നമ്മൾ ചോദിക്കേണ്ടി ഇരിക്കുന്നില്ല. എന്താ വെച്ചാൽ അജാതി ഈണം, അജാതി മറ്റേ റൈമിങ്ങും എല്ലാം കറക്റ്റാണ്. ഞങ്ങൾക്ക് വേണം ഈ ഫ്രീഡം. ആര് പറയാം നിങ്ങൾ ഞങ്ങൾ കപ്പയും വെക്കും കറിയും വെക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ അവർ പറയേണ്ടിയില്ല. കാക്കക്കുട്ടി കല്ലിട്ട് പോലെ എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറയാലോ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് ഞാൻ ഇനി നോക്കുന്നില്ല. സംഭവം അവിടെ ഒരു മാസ് എൻട്രിക്ക് ഞാൻ നോക്കിയിരുന്നതാണ്. ആ മാസ് എൻട്രി കണ്ടു. നമുക്കൊരു സൂപ്പർ ഒരു പാട്ടും കേട്ടു. അപ്പോൾ അത് മതിയില്ല. സത്യം പറയല്ലോ 30 മിനിറ്റ് വീഡിയോ പറയില്ല. ഇനി 25 മിനിറ്റ് കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണാനുള്ള ത്രാണി എനിക്കില്ല. സത്യം പറഞ്ഞ ത്രാണി എനിക്കില്ല. അവർ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടില്ല. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എന്താ സംഭവം മനസ്സിലാക്കി പറഞ്ഞു തരാം. ലാസ്റ്റ് ഇട്ട വീഡിയോ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സംഭവം. മനസ്സിലായില്ലേ? പക്ഷെ ഇവർ കമന്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടില്ല. എല്ലാ വീഡിയോയിലും കമന്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് അപ്പൊ കള്ളത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കല്ലോ. എന്താ വെച്ചാൽ കമന്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഡിയൻസിന് എന്താ പറയാനുള്ളൂ? ഇപ്പൊ എനിക്ക് പറയേണ്ടിയില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഞാൻ കമന്റിലൂടെ പറയാൻ വിചാരിച്ചു. അപ്പൊ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഇത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നൂറ്റാണ്ടിന് നഷ്ടം തന്നെയാണ് ഇല്ല. സത്യം പറയാലോ. അപ്പൊ എന്താ വെച്ചാൽ റിയാക്ട് ചെയ്തു നമ്മള്. അപ്പൊ ആ ഒരു ക്യാപ്ഷൻ കണ്ടില്ല, പൂട്ടിച്ചേ ഒലിവ്യ നിങ്ങൾ പൂട്ടിച്ചേ. മനസ്സിലായില്ലേ? പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ ഫ്രീഡം ഉണ്ട്, ഞങ്ങളുടെ ഇവിടെ വന്ന് പണിയെടുത്തിട്ട് പോയാൽ കുറയ്ക്കണ്ട എന്തൊക്കെയോ പറയണില്ല. സത്യം പറയാലോ എന്റെ മോന് എച്ചാതി വരികള്. വയലാർ എഴുതില്ല ഇതുപോലെ. സത്യം വയലാർ എഴുതില്ല ഇതുപോലെ. ആ വയലാർ കവി നമ്മുടെ അദ്ദേഹം എഴുതില്ല ഇതുപോലെ. ഇത് ആരെഴുതിയെന്നൊന്നും അറിയില്ല. 2-3 പേര് മൊബൈലിൽ ഇങ്ങനെ പിടിച്ച് പാടുന്നുണ്ടെങ്കിലുള്ള അത് കേട്ട് പാടാൻ കുറെ ചേച്ചിമാരുണ്ട്. കാര്യമില്ല. അവിടെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. സ്വാഭാവികമായും അവർ പറയുന്നത് ഓണർ എന്താ പറയുന്നത് അത് കേക്ക് തന്നെ വേണം. ഇപ്പൊ പാടാൻ പറഞ്ഞാൽ പാടണം, ആടാൻ പറഞ്ഞാൽ ആടണം. കേട്ടല്ലോ? അതേ ഉള്ളു വഴി. അപ്പൊ നമുക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനുണ്ടെങ്കിലോ. ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചു. പിന്നെ ആളുടെ പേര് എനിക്ക് അറിയില്ല. ആളുടെ ഹസ്ബൻഡ് ആണെന്ന് അറിയില്ല. ആ ഹസ്ബൻഡ് ആയിരിക്കും ആണല്ലോ. മിനി കൂപ്പറിലാണ് എൻട്രി. പിന്നെ വെളിയിലൊക്കെ കാറൊക്കെ നിൽക്കേണ്ടില്ല. അവർ വൻ സെറ്റപ്പാണ് മുതലാളി. കേട്ടല്ലോ? ഒരു വൻ സെറ്റപ്പാണ്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലില്ല. അപ്പൊ ഇതാണ് ആ വരി. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് അതിലെല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? ഷോ കാര്യമില്ല. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഞാൻ ഇനിയിപ്പോ അവിടെ ഈ വീഡിയോ എന്തായാലും കാണുന്നില്ല. ഞാൻ എന്തായാലും കണ്ടു നോക്കാം. ഇതും ഇപ്പൊ ഒരു 28 മിനിറ്റ് ഒരു ലോങ് വീഡിയോസ് ഉണ്ടല്ലേ. വീഡിയോസ് മൊത്തം ലോങ് വീഡിയോസ് ആണ്. അതാകുമ്പോൾ ഓഡിയൻസും കിട്ടുമല്ലോ. എന്താ വെച്ചാൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികം അവർക്ക് എന്താ വെച്ചാൽ വ്യൂവേഴ്സിന് കിട്ടും.
റിച്ച് ആണ്, കാര്യമില്ല. അപ്പൊ ഞാൻ ആ വീഡിയോയും ഈ വീഡിയോയും കൂടി ഫുള്ളായി കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇത്ര മതി കേട്ടല്ല, പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇന്നത്തേക്കുള്ളതായി, അല്ല എനിക്ക് മൊത്തത്തിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഉള്ളതായി. നിങ്ങളും കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി മൊത്തം ഡീറ്റെയിൽ പഠിച്ചിട്ട് പറഞ്ഞുതരാം കില്ലാടികളെ. അപ്പോൾ അത്രേ ഉള്ളൂ.